Hello. അപ്പോൾ നമ്മൾ ഇന്നൊരു സമ്മർ ഫെസ്റ്റിവലാണ് കാണാൻ പോകുന്നത്. നമ്മുടെ ജപ്പാനിൽ സമ്മർ ടൈമിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ സമ്മർ ഫെസ്റ്റിവൽസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. നമ്മുടെ നാട്ടിലെ ഉത്സവത്തിൻ്റെ ഒരു വേർഷൻ എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. അതുപോലെ കഴിഞ്ഞിട്ട് ഫെസ്റ്റിവലും ഉണ്ട്, പിന്നെ ഫയർ വർക്ക്സും ഒരു കണ്ടക്ട് ചെയ്യാറുണ്ട്. വിൻ്ററിലും ഉണ്ട് കേട്ടോ, ഫയർ വർക്ക്സ് ഫെസ്റ്റിവലൊക്കെ നടത്താറുണ്ട്. അപ്പം നമ്മളവിടെ ഒത്താവറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സമ്മർ ഫെസ്റ്റിവൽ ഇപ്പം നടക്കുവാണ്. അപ്പം ആകെ 2 ദിവസമേ ഉള്ളൂ കേട്ടോ, കഴിഞ്ഞു. അപ്പോൾ അത് കാണാൻ വേണ്ടി പോയ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പതിനൊന്നാം നൂറ്റാണ്ടിൽ നടന്നൊരു യുദ്ധത്തിൽ നാസു നോ യുയിച്ചി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ്റെ ഒരു മേജർ സ്ട്രാറ്റജി ഇവരുടെ യുദ്ധം ജയിക്കാൻ ഒരു കാരണമായി. അപ്പോൾ അതുകൊണ്ട് അന്ന് തൊട്ട് പുള്ളി ഇവരുടെ ലോക്കൽ ഹീറോ ആയിട്ടാണ് ഇവർ ട്രീറ്റ് ചെയ്യുന്നത്. പുള്ളിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്യുന്നത്. ഇതാരാ പട്ടുപ്പാവാടയൊക്കെ ഉത്സവം എന്ന് പറഞ്ഞോണ്ടാണോ? അത് അമലുവിൻ്റെ കൊളീഗ്സ് ഫാമിലിയാണ് കേട്ടോ ജസ്റ്റ് കണ്ടത്. ഞാൻ മൊത്തമായിട്ട് എടുത്തിട്ടില്ല അവരുടേത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാസൂൽ ഉള്ള അത്യാവശ്യം ചില കമ്പനീസിലെ എംപ്ലോയീസൊക്കെ പെർഫോം ചെയ്യുകയാണ്. അമലു കാനണിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കാനണിലെ എംപ്ലോയീസും ഇതിൽ പെർഫോം ചെയ്യുന്നുണ്ട്. നമ്മുടെ കുറച്ച് മലയാളീസും ഇതിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അമലു ആ വക പരിപാടിക്കൊന്നും താല്പര്യമില്ലാത്ത ആളായതുകൊണ്ട് ഡാൻസിനൊന്നുമില്ല. എല്ലാവരും ഒരേ സ്റ്റെപ്പായിട്ട് കളിക്കുന്നത്. ഒരു 5-6 സ്റ്റെപ്പുണ്ട്, അത് തന്നെയാണ് കളിക്കുന്നത്. മ്യൂസിക് അവിടെ സൈഡിൽ നിന്ന് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. ബാക്കി ഇവരിങ്ങനെ സ്റ്റെപ്പ് കളിച്ചുകൊണ്ട് പോവുകയാണ്. ഇതിപ്പോൾ ഷിസൈദോ എന്ന് പറയുന്നൊരു ജപ്പാനിലെ ഫേമസ് ആയിട്ടൊരു ബ്യൂട്ടി ബ്രാൻഡിൻ്റെ എംപ്ലോയീസാണ്. അതുപോലെ പല പല കമ്പനീസ് നാസൂല് ബ്രാഞ്ചുള്ള ആണെന്ന് തോന്നുന്നു, എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അവിടെ വന്ന് ഇവർ പെർഫോം ചെയ്യുകയാണ്. പുള്ളി കുറച്ച് ഓവറാണല്ലോ. ഏത് ഉത്സവത്തിൽ നമ്മളെ നാട്ടിലും കാണുമല്ലോ ഇതുപോലെ അലമ്പ് കാണിക്കാൻ ആരെങ്കിലും ഒരാൾ. കാനണിൻ്റെ പെർഫോമൻസ് ആണ് കേട്ടോ ഈ കാണുന്നത്. അതിലിതാ വരുന്നു ഈ മലയാളീസ്. അപ്പം ആദ്യം പ്രാക്ടീസൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ പെർഫോം ചെയ്യാൻ സമയത്തായപ്പോഴത്തേക്കും വളരെ കുറച്ച് പേരെ കാണുന്നുള്ളൂ. ഇനി ഞങ്ങൾ മിസ് ചെയ്തതാണോ എന്ന് അറിഞ്ഞൂടാ. ആകെ ഒരു 10 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ചിലങ്കല്ലോ. പല്ലവി, അഞ്ജന ചേച്ചി, പിന്നെ ആരാണ്? എല്ലാണ്ട് ചേച്ചിമാരുണ്ട്. എന്തൊക്കെയൊക്കെയോ കളിക്കുന്നു. കണ്ട ഇവര് കണ്ട എന്ത് കറക്റ്റ് ഡിസ്റ്റൻസ് ഒക്കെ ഇട്ട് കറക്റ്റ് കൃത്യമായിട്ട് കളിക്കുന്നത്. ഈ ടീം എന്തോ ഓടിക്കളിക്കുന്നത് ഇവിടെയല്ലേ, പിടിച്ചു നിർത്തിയപ്പോ കരയും. അതാണ് നല്ല കറക്റ്റ് ഡിസ്റ്റൻസ് ഇട്ട്. ഇതുണ്ടോ സമ്മാനമുണ്ടോ? കൊടുക്കാം. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടോ പുള്ളി ഇത്രയും ഷോ കാണിക്കുന്നത്?
ടാറ്റ പറ, ഇതോടെ വെച്ച് ടാറ്റ പറയടാ. മതി മതി, ഇവിടെ ഒന്ന് പറഞ്ഞാൽ മതി. ബൈ ബൈ. പോയാലോ? കയ്യിൽ ഇന്ത്യ അതെന്താ വള? എനിക്കില്ല. ഇവരുടെ ലോക്കൽ ഹീറോയുടെ കോസ്റ്റ്യൂംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് വലിയവർക്കും ഇരിക്കാം, ഇരുന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പിള്ളേരെ ഇരുത്തി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. നമുക്ക് തന്നെ ഫോണിലെടുക്കാം കേട്ടോ, അവരെടുത്തും തരില്ല, നമുക്ക് കോസ്റ്റ്യൂം മാത്രം അവർ തരും. അങ്ങനെ പരേഡൊക്കെ കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ജസ്റ്റ് സ്റ്റോളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. സ്റ്റോളെന്ന് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കേട്ടോ, കുഞ്ഞു കുഞ്ഞു സ്റ്റോളുകളില്ല, അതൊക്കെ കളിപ്പാട്ടത്തിനൊരു സ്റ്റോള്, പിന്നെ ഫുഡാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ചിക്കനും അങ്ങനെ എല്ലാം ഉണ്ട്. മെയിനായിട്ട് കരാഗെ, ഫ്രഞ്ച് ഫ്രൈസ്, ക്രീപ്പ്, ഒക്കോനോമിയാക്കി, യാക്കിസോബ, ഇതൊക്കെയാണ് സ്ഥിരം എല്ലാ ഫെസ്റ്റിവലിലും കാണുന്നത്. അപ്പോൾ ഈ ഐറ്റംസൊക്കെ ഉള്ള കുറേ സ്റ്റോളുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി ഞങ്ങളൊരു കബാബ് മേടിച്ചായിരുന്നു. വീഡിയോ എടുത്തില്ല, കഴിച്ചതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. ലൈറ്റ് എത്തണം. നാട്ടിൽ 100 രൂപ. നാട്ടിൽ ഇതിന്റെ പിങ്ക് കളർ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ട്? ഇത് മൊത്തം കടിച്ചെടുത്തിട്ടുണ്ടിരുന്നത്. അതും എനിക്കൊരു പെർഫ്യൂം 900 എന്നെ കിട്ടി. പരേഡ് കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം 8 മണിയൊക്കെ ആയി. അപ്പം ഞങ്ങൾ വിചാരിച്ചു, അപ്പോഴാണ് ഞങ്ങൾ ഈ സ്റ്റോളൊന്ന് കാണാൻ ഇറങ്ങിയത്. പക്ഷേ 8 മണിയാകുമ്പോഴത്തേക്കും ഉള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഡിന്നർ എല്ലാവരും നേരത്തെ കഴിക്കുന്നതുകൊണ്ട് തന്നെ ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഫുഡൊക്കെ ഏകദേശം തീരാറായി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുന്ന ആൾ അത്ര ഉണ്ടായില്ല, ആളൊക്കെ കുറഞ്ഞു. ദണ്ട് പോലിരിക്കണതാ. അതല്ല ഞാൻ ആദ്യം അവിടെ ഇട്ടു. അത് 700 അല്ല 700 അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എന്നെ കാണാൻ ഒരുമാതിരിക്കുന്നല്ലേ. വേറെ വിശേഷമൊന്നുമില്ല. അവിടെ കുറേ സ്റ്റോളുകളുണ്ട്, ഫുഡ് സ്റ്റോളുണ്ട്, ഡാൻസ് പെർഫോമൻസ് കഴിഞ്ഞു. കാണിക്കപ്പാ, അത് ഡ്രിങ്ക്സിൻ്റെ സെക്ഷനാണ്. ഇതിൻ്റെ തലമുടിയൊക്കെ കഴിഞ്ഞു. ക്രീപ്പാണോ ക്രേപ്പാണോ? ക്രേപ്പ്. ഇതച്ചു ബാ, ക്രേപ്പ് വാങ്ങണം നമ്മൾ. ക്രേപ്പ് എടാ നീ വാവുണ്ട്. ആ തലമുടി കിടക്കണോ? നടന്നോ? തലമുടിയാ? നമ്മളൊക്കെ ബാബൊക്കെ കഴിച്ചു. ഇതും അടുത്ത ഡ്രിങ്ക് ഉണ്ടാക്കുന്ന സ്ഥലം. പക്ഷെ ബിയറിൻ്റെ ഡ്രിങ്ക്സാണ് ഇതൊക്കെ. അത് ചിക്കനാണോ അവിടെ? അത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ലാസ്റ്റ് ഇതിപ്പോൾ ഏകദേശം ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 9:30 മണിയൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരൊക്കെ പോയി, വലിയ തിരക്കില്ല. പിന്നെ അപ്പുറത്തെ സൈഡ് വേറെയും കുറേ സ്റ്റോളുണ്ടായിരുന്നു. ഇതേ ഐറ്റംസൊക്കെ തന്നെയാണ്, പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. അത് ഞങ്ങൾ സൈക്കിൾ ചവിട്ടിയാണ്. അത് ഞങ്ങൾക്ക് ഇനിയും തിരിച്ച് സൈക്കിൾ ചവിട്ടി പോയി വീട്ടിലെത്തുമ്പോൾ തന്നെ സമയം 11 മണിയൊക്കെ ആകും എന്നുള്ളതുകൊണ്ട്
ഞങ്ങൾ പിന്നെ തിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെയാണ് യോച്ചി മത്സൂരി സമ്മർ ഫെസ്റ്റിവലിൻ്റെ വിശേഷങ്ങൾ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോ കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇത് കണ്ടോ, ലാസ്റ്റ് ക്ലീൻ ചെയ്യുന്നതാണ്. ജപ്പാനിൽ എല്ലാവരും ഫേമസ് അതാണല്ലോ, ക്ലീൻ ചെയ്യാൻ ഇവർ ഫേമസ് ആണ്. അപ്പോൾ ശരി, നമുക്കിനി ശരിക്കും അടുത്ത വീഡിയോ കാണാം.